ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ എൻ്റെ വീട്ടിലാണ്, ട്രിവാൻഡ്രത്താണ്. ഞങ്ങളിവിടെ വന്നിട്ട് ഏകദേശം ഒരാഴ്ചയോളമായി. ഇപ്പോൾ വീട്ടിൽ തന്നെ ഇങ്ങനെ അടഞ്ഞിരിക്കുകയാണ്. മാത്രമല്ല ചേട്ടനും വർക്ക് ഫ്രം ഹോം ഭയങ്കര ജോലിയുടെ സ്ട്രെസ്സൊക്കെ കാരണം നമ്മൾ ഒരു ദിവസം ഒന്ന് റിലാക്സിങ്ങിന് വേണ്ടി ഏതെങ്കിലും ഒരു കുഞ്ഞു റിസോർട്ടിൽ പോകാമെന്ന് വിചാരിച്ചു. അത് ഏത് റിസോർട്ടാണ്, എവിടെയാണെന്നൊക്കെ ഞാൻ അവിടെ പോയിട്ട് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാം. വീഡിയോ കാണാൻ മറക്കരുത്, സ്റ്റേ ട്യൂൺഡ്. അത് മാത്രമല്ല നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ബുക്ക് ചെയ്തിരുന്ന റിസോർട്ട് പോകുന്ന വഴിയാണിത്. പൂവാർ വിഴിഞ്ഞം റോഡാണ്. ചൊവ്വരയിലാണ് ഈ റിസോർട്ട് ഉള്ളത്. ഏകദേശം പൂവാറും വിഴിഞ്ഞം കോവളവും ഒക്കെ അടുത്തടുത്താണ്. ട്രാവൻകൂർ ഹെറിറ്റേജ് റിസോർട്ടാണ് നമ്മൾ ബുക്ക് ചെയ്തിരുന്നത്. അപ്പോൾ അവിടെ എത്തിയിട്ടുണ്ട്. അകത്ത് നമുക്ക് കാറൊക്കെ പാർക്ക് ചെയ്തിടാം. ഈ റിസോർട്ടിൽ നമുക്ക് കാണുമ്പോൾ തന്നെ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. പഴമ ഓർമ്മിപ്പിക്കുന്ന കാര്യങ്ങളാണ് ഇതെല്ലാം. അത്യാവശ്യം നല്ല വലിയ വലിയ ഭരണികളൊക്കെ എൻട്രൻസിൽ തന്നെ വെച്ചിട്ടുണ്ട്. അതുപോലെ ഈ തൂണുകളൊക്കെ കണ്ടില്ലേ, പഴയ ഒരു രീതിയിലുള്ള കൺസ്ട്രക്ഷനാണ് ഇത് ഫുള്ളും. അകത്ത് നമ്മളിതേ കയറി പോവാണ്. ഫ്രണ്ടിൽ സാനിറ്റൈസർ വെച്ചിട്ടുണ്ട്. ടെമ്പറേച്ചർ അവർ ചെക്ക് ചെയ്യും. എല്ലാം ഈ കൊറോണ പ്രോട്ടോക്കോൾസൊക്കെ ഫോളോ ചെയ്തുകൊണ്ട് തന്നെയാണ് റിസോർട്ടിൽ ഇവർ നടത്തിക്കൊണ്ട് പോരുന്നത്. സോ അത് നമുക്ക് സേഫായിട്ട് ഇവിടെ താമസിക്കാൻ പറ്റും. ഈ ഫ്രണ്ടിൽ ഇരിക്കാനുള്ള സൗകര്യമുണ്ട്. ഇത് ഇവിടുത്തെ റിസപ്ഷനാണ്. നമുക്കിവിടെ ഫോമൊക്കെ ഫില്ല് ചെയ്യാൻ തരും. നമ്മുടെ ഡീറ്റെയിൽസൊക്കെ കൊടുത്തിട്ട് കുറച്ച് നേരം നമുക്ക് അവിടെ ഈ പ്രോപ്പർട്ടിയൊക്കെ ഒന്ന് ചുറ്റിക്കാണാൻ വേണമെങ്കിൽ, റൂമൊക്കെ ഉടനെ അവൈലബിൾ ആണെങ്കിൽ നമുക്ക് ഉടനെ തന്നെ ഒരു കീയും തരും. നമുക്ക് ഉടനെ തന്നെ ചെക്ക് ഇനും ചെയ്യാം. ഉരുളിയിൽ നല്ല രസമുള്ള ഭംഗിയുള്ള പൂക്കളൊക്കെ വെച്ച് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ പഴയ മോഡൽ 4 കെട്ടാണ് ഇവിടെ ഫ്രണ്ടിൽ നമുക്ക് റിസപ്ഷനിൽ കാണാനായിട്ട് സാധിക്കുന്നത്. ഏതോ ഒരു വലിയ പഴയ ഒരു തറവാടിൽ പോയ ഫീലാണ് എനിക്കിപ്പോൾ ഇവിടെ ഫസ്റ്റ് എൻട്രൻസിൽ ചെന്ന് കയറിയപ്പോൾ ഉണ്ടായത്. ഇതൊക്കെ കാണുമ്പോൾ അതിൻ്റെ ഒത്ത നടുക്കായിട്ട് നല്ല ഭംഗിയുള്ള ചെടി വെച്ചിട്ടുണ്ട്. ഞാനിത് ആദ്യം കണ്ടപ്പോൾ നമുക്ക് ചുമ്മാ കാഴ്ചയ്ക്ക് കാണാനായിട്ട് ഇവർ തടിയിലുണ്ടാക്കി വെച്ച ബോട്ടാണെന്ന് വിചാരിച്ചു. പക്ഷെ അടുത്ത് ചെന്നപ്പോഴാണ് മനസ്സിലായത് ഇതൊരു സ്പൈസൊക്കെ ഇങ്ങനെ ഇട്ട് വെച്ചിട്ടുണ്ട് ഇതിൻ്റെ അകത്ത്. പട്ട, മഞ്ഞൾ, ഗ്രാമ്പൂ, ഏലക്ക, അങ്ങനത്തെ കുറേ സ്പൈസസൊക്കെ ഇതിൻ്റെ അകത്ത് ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട്. നല്ല രസമുണ്ടായിരുന്നു ഇതും കാണാനായിട്ട്. ചേട്ടൻ അവിടെ ഫോംസും കാര്യങ്ങളൊക്കെ ഫില്ല് ചെയ്ത് കൊടുത്തു. അപ്പോൾ നമുക്ക് റൂം കിട്ടുന്നവരെ ചുമ്മാ ഇരിക്കണ്ടല്ലോ, ഈ പ്രോപ്പർട്ടിയൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ചുറ്റി നടന്ന് കാണാമെന്ന് വിചാരിച്ചു. അതിൻ്റെ മുകളിലോട്ട് നമ്മളിങ്ങനെ കയറിപ്പോയി. അവിടെ ഫുള്ളും ഇൻഡോർ ഗെയിംസ്, ഇങ്ങനെ നമുക്ക് പലതരം ഗെയിംസ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ചെറിയൊരു ബിൽഡിംഗ് ആണിത്. ഇവിടെ ഇരുന്ന് ഇൻഡോർ ഗെയിംസ് കളിക്കുന്നവർക്ക് ഗെയിംസ് കളിക്കാം. അതല്ലാണ്ട് ഇങ്ങനെ ഈ ഷെൽഫിൻ്റെ അകത്ത് അത്യാവശ്യം നല്ല കളക്ഷൻസ് ഉള്ള ബുക്സൊക്കെ ഉണ്ട്. അപ്പോൾ വായിക്കാൻ താല്പര്യമുള്ളവർക്ക് അവിടെ ഇരുന്ന് ബുക്കൊക്കെ വായിക്കാം. ഇത് ചെസ്സ് കളിക്കുന്ന സ്ഥലമാണ്. നല്ല രസമുണ്ടല്ലേ കാണാൻ. അങ്ങനെ നമുക്ക് റൂം കിട്ടി. അച്ഛനും അമ്മയും ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു കേട്ടോ, ഞാൻ പറയാൻ വിട്ടുപോയി. ഞാനും ചേട്ടനും മോനും പിന്നെ എൻ്റെ അച്ഛനമ്മയും ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് 2 റൂമും അടുത്തടുത്ത് തന്നെയാണ് ഇവിടെ കിട്ടിയേക്കുന്നത്. അപ്പോൾ ഇത് എൻ്റെയും ചേട്ടൻ്റെയും റൂമാണ്. ഞാനിങ്ങനെ അകത്തോട്ട് കയറി പോവുകയാണ്. നല്ല സൂപ്പർ റൂമായിരുന്നു കേട്ടോ. ഇതുപോലത്തെ ഒരു 2 ദിവാൻ ഉണ്ടായിരുന്നു നമുക്ക്. അതുപോലെ എൻട്രൻസിൽ തന്നെ ഒരു കുഞ്ഞു ടേബിളും ഒരു കുഞ്ഞു ചെയറും ഉണ്ട്. എനിക്ക് തോന്നുന്നു ഒരു എക്സ്ട്രാ ബെഡൊക്കെ 2 എക്സ്ട്രാ ബെഡൊക്കെ മേടിക്കുകയാണെങ്കിൽ ഈ റൂമിൽ തന്നെ 2 പേർ കൂടി അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും നമുക്ക്. അത്ര വലിയ റൂമാണ്. അവിടെ സ്റ്റോറേജ് സ്പേസ് ആയിട്ട് ഷെൽഫ് തന്നിട്ടുണ്ടായിരുന്നു നമുക്ക് ഡ്രസ്സൊക്കെ വെക്കാൻ. അതുപോലെ ഞാൻ പറഞ്ഞ പോലെ ഒരു ദിവാനും ഒരു വുഡൻ സോഫ പോലത്തെ ഒരു സംഭവം ഉണ്ട്. തൊട്ടിപ്പുറത്ത് തന്നെ അച്ഛനും അമ്മയുടെ മുറി ഉണ്ടായിരുന്നു. ഒരു ഹായ് പറഞ്ഞേ. അപ്പോൾ ഇതാണ് ഇവിടുത്തെ സെറ്റപ്പ്. ഈ റൂമും അത്യാവശ്യം നല്ല വലിപ്പം ഉണ്ടായിരുന്നു. ബെഡായാലും റൂമായാലും എല്ലാം വളരെ ക്ലീൻ ആയിരുന്നു.
ഞങ്ങൾ അങ്ങനെ ലഞ്ച് കഴിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. എന്തൊക്കെ മെനു ആണെന്ന് അറിയില്ല, അവിടെ ചെന്നിട്ട് വേണം ഓർഡർ ചെയ്യാൻ. ചേട്ടന് വിശക്കുന്നുണ്ടോ? നല്ല വിശക്കുണ്ട്. രാവിലെ അധികമൊന്നും കഴിച്ചില്ല. അതെ, ഇവിടെ വന്നിട്ട് നല്ല അടിച്ചു പൊളിച്ച് കഴിക്കാന്ന് വെച്ച് രാവിലെ കുറച്ച് ഫുഡേ കഴിച്ചുള്ളൂ. അപ്പൊ എന്തായാലും നമുക്ക് ലഞ്ച് മെനു എന്താ നോക്കാം. റെസ്റ്റോറൻറ്റ് ഫ്രണ്ടിലുള്ള പൂൾ ഏരിയ ആണിത്. റെസ്റ്റോറൻ്റ് എന്ന് പറയുമ്പോഴും നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഒക്കെ ഒരു ഓൾഡ് മോഡൽ ആർക്കിടെക്റ്റാണ് ഇവിടെ ഫുള്ളും. അല്ല അസലായിട്ട് ഡെക്കറേറ്റും ചെയ്ത് വെച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഇത് ക്രിസ്മസ് ഒക്കെ കഴിഞ്ഞിട്ടുള്ള ക്രിസ്മസ് ബെൽസൊക്കെ ഇപ്പോഴും ആ ഓരോ ലൈറ്റിൻ്റെ ഷെയ്ഡിൻ്റെ താഴെയും ഇങ്ങനെ തൂക്കിയിട്ടിട്ടുണ്ട്. റൂഫായാലും നല്ല അസലായിട്ടുണ്ട് കാണാൻ. ഓരോരോ ഡിസൈൻസ് ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. ഇത് നമ്മുടെ പഴയ പുട്ടുകുടം, നമ്മുടെ ചായ, കട്ടൻ ചായ ഒക്കെ ഇടുന്ന സംഭവം, അങ്ങനെയൊക്കെ കുറേ പഴമ ഓർമ്മിപ്പിക്കുന്ന കുറേ പാത്രങ്ങളുണ്ടായിരുന്നു. അതുപോലെ ഡ്രസ്സിങ് ടേബിൾ അതൊക്കെ വെച്ചിട്ടുണ്ട്. ഫുഡിന് വേണ്ടി വെയിറ്റ് ചെയ്യണം. നമ്മളിവിടെ നേരെ റെസ്റ്റോറൻറ്റിൽ വന്നിട്ട് ഫുഡൊക്കെ ഓർഡർ ചെയ്തു. ഒരു അരമണിക്കൂർ വെയിറ്റ് ചെയ്തു. അത് കഴിഞ്ഞപ്പം നല്ല ഫ്രഷായിട്ട് കറികളും നമ്മൾ നാനൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. പനീർ, ഗോബി മഞ്ചൂരിയൻ, അങ്ങനെയൊക്കെ കുറച്ച് നോർത്ത് ഇന്ത്യൻ കറികളൊക്കെ ഓർഡർ ചെയ്തു. മോന് ചോറും ബാക്കി കറികളൊക്കെ കൊടുത്തു. എന്തായാലും അടിപൊളി ടേസ്റ്റ് ആയിരുന്നു ഫുഡ്, ഒരു രക്ഷയില്ല. നിങ്ങളെല്ലാവരും ട്രാവൻകൂർ ഹെറിറ്റേജ് വരുമ്പോൾ ഈ റെസ്റ്റോറൻറ്റിൽ വന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഫുഡൊക്കെ ഓർഡർ ചെയ്ത് കഴിക്കുക. ഇവിടുത്തെ ഷെഫ് നല്ല ഫ്രഷായിട്ട് ഉണ്ടാക്കി കൊണ്ടുതരും. സൂപ്പർ ഫുഡാണ്, ഒന്നും പറയില്ല. ഈ കൈ ആണെങ്കിലൊന്ന് കഴുകി തരുമോ? ഭയങ്കര ഹെവി ആയിട്ടിരിക്കുക. ചേട്ടൻ്റെ ഫുഡ് ഇഷ്ടമാണോ? അടിപൊളിയായിട്ടുണ്ടായിരുന്നു. സൂപ്പർ ഫുഡായിരുന്നു, അടിപൊളിയാണ്. അതെ, എന്തായാലും ഫുഡിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ എടുത്തിട്ടുണ്ടല്ലോ, നമ്മൾ ഓർഡർ ചെയ്ത സാധനങ്ങളൊക്കെ. സോ എല്ലാം കഴിഞ്ഞ് കാലിയായ പ്ലേറ്റ് മാത്രം ബാക്കിയിരിക്കുന്നു. കുറച്ച് കറി ബാക്കി വന്നു, കാരണം ഇപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ഡയറ്റിങ്ങിലാണല്ലോ, അതുകൊണ്ട് പോരെ. ഈ റിസോർട്ട് എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടോ? അടിപൊളിയാണോ? ഫുഡ് അടിയൊക്കെ കഴിഞ്ഞ് നല്ല ഹെവി ആയിരുന്നു. അപ്പോൾ കുറച്ച് നടക്കാമെന്ന് പറഞ്ഞു ചേട്ടൻ. അങ്ങനെ നമ്മൾ ഇവിടുത്തെ പ്രോപ്പർട്ടിയൊക്കെ ഒന്ന് ചുറ്റിക്കണ്ടു. എല്ലാം നല്ല നല്ല കോട്ടേജസ് ആണ്. ഓരോ കോട്ടേജസും പ്രീമിയം, ഡീലക്സ് എന്നൊക്കെ പറഞ്ഞ് ഓരോരോ വെറൈറ്റി ഉണ്ട്. പ്രീമിയം എന്നൊക്കെ പറയുമ്പം കുറച്ചുകൂടി വലിപ്പമുള്ള കോട്ടേജസ് ആണ്. ഈ റിസോർട്ടിൽ എനിക്ക് തോന്നിയൊരു ഇൻട്രസ്റ്റിംഗ് ഫാക്ടർ എന്ന് പറയുമ്പം ഇവിടെ എല്ലാ മരങ്ങളും അവർ പ്രൊട്ടക്റ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാം നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ചെടികളായാലും പല വെറൈറ്റിയിലുള്ള ചെടികളൊക്കെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. പൂക്കളൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട്. ഓരോരോ വെറൈറ്റി പൂക്കളുണ്ടായിരുന്നു. റിസോർട്ടിലെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് നേരെ കാണുന്നത് ബീച്ചാണ്. ഇങ്ങനെ അലയടിക്കുന്ന സൗണ്ടൊക്കെ നമുക്ക് ഈ റിസോർട്ടിലിരുന്നാൽ നല്ല അസലായിട്ട് കേൾക്കാൻ പറ്റും. നേരെ ഓപ്പോസിറ്റ് തന്നെയാണ് ബീച്ച്. നമ്മൾ ബീച്ചിൽ പോകുന്നുണ്ട്. ഇപ്പോൾ തൽക്കാലം ഇതിൻ്റെ അകത്ത് ചുറ്റി ഇങ്ങനെ കറങ്ങി അടിച്ച് നടക്കുകയാണ്. ലൊക്കേഷനിൽ വന്നിട്ടുണ്ട്. ഇങ്ങനെ നോക്കി ഓരോ സ്ഥലത്ത് ഇങ്ങനെ നോക്കി പോയപ്പോൾ ഏതോ ഒരാളുടെ വേറെ ആരെയോ ബുക്ക് ചെയ്തിരിക്കുന്ന സ്ഥലത്തിൽ കയറി ഇരിപ്പുണ്ട്. ഫോട്ടോയ്ക്ക് വേണ്ടി പോസ്റ്റ് ചെയ്യാൻ വേണ്ടി മാത്രമാണ്. എന്നാലും ഇരിക്കട്ടെ, എന്ത് ചെയ്യാനാ, നല്ലൊരു സ്ഥലമല്ലേ. നാലുകെട്ട് ഇതല്ല, നാലുകെട്ട് അകത്താണ്. അകത്ത് കാണിക്കാം, അത് വേറെ ആരുടെ റൂമല്ലേ. ഇത് നമ്മൾ അടുത്ത പ്രാവശ്യം എടുക്കുന്ന കോട്ടേജ്. ബാ, അടിപൊളിയായിട്ടുണ്ട്. ഇതൊക്കെ ഇതിൻ്റെ അകത്ത് പൂളുണ്ട്, ഇൻബിൽഡ് പൂളുണ്ട്. പ്രൈവറ്റ് പൂൾ, കറക്റ്റ്. പൂൾ മാൻഷൻ അങ്ങനെ കണ്ട അതിൻ്റെ പേര്. അതാണല്ലോ ഹെറിറ്റേജ് റിസോർട്ട്. ഹെറിറ്റേജ് റിസോർട്ട് എന്ന് പറയുമ്പോൾ എന്താ പറയുക, നമ്മൾ നാട്ടുമ്പുറങ്ങളിലൊക്കെ പോയി താമസിക്കുന്ന ഒരു ഫീല്, പഴയ ഒരു തറവാട്ടിൽ താമസിക്കുന്ന ഫീലാണ് ഇവിടുത്തെ റിസോർട്ട്. അതും ചുറ്റും ഫുൾ പച്ചപ്പാണ്, നിറയെ ചെടികൾ, നല്ല ആഴങ്ങളുള്ള സ്ഥലം, ആയുർവേദ ഇതൊക്കെ ഉണ്ട്. അടിപൊളി, മൊത്തത്തിൽ സൂപ്പറായിട്ടുണ്ട്. ഇതേ ഒരു ഊഞ്ഞാലൊക്കെ ഉണ്ട് ഇവിടെ. ഊഞ്ഞാലാടാൻ റെഡിയായിട്ട് വരുവാണ് എൻ്റെ പ്രാണസഖി. വാനത്ത് മിൻവിളക്കേ ആഴിയിലെ
കണ്ടെടുത്ത അത്ഭുതാനിമുത്തി തൊട്ടിൽ മേലെ മുത്തുമാല വണ്ണപ്പൂവാ വിളയാട് ചിന്ന തമ്പിയേസപാട്. വാ തന്നെ തന്നെ ട്രിവാൻഡ്രം ഭാഷ എങ്ങനെ കളിയൊക്കെ ഉണ്ടല്ലോ ഇവിടെ ഒറ്റ ചവിട്ട് വെച്ച് തള്ളേ അവള് ചവിട്ടുന്നു. തിരുവനന്തപുരം ഫയലൊക്കെ ഉണ്ടെങ്കിൽ നോക്കി വെച്ചോണം എൻ്റെ ചേട്ടന്. നമ്മുടെ ഭാഷ ഭയങ്കര പുച്ഛം. ഈ ആരൊക്കെ അവിടെ നിന്ന് നോക്കുന്നു. അവിടെ മേളിലൊരു പരുന്ത് എന്തോ ഒരു ഐറ്റത്തിനെ കൊണ്ടുവന്നിട്ടുണ്ട്. പരുന്ത് കാണാൻ പറ്റുമോ ഇല്ലെന്ന് അറിയില്ല. അതെ പോണു. ഫുള്ളും പച്ചപ്പാണ്. നമുക്ക് മനസ്സിന് തന്നെ ഒരു കുളിർമയാണ് ഇതൊക്കെ ഇങ്ങനെ കണ്ട് നടന്ന് അല്ലെങ്കിൽ ഏതെങ്കിലും ഊഞ്ഞാലൊക്കെ ഇങ്ങനെ ആടിയിരിക്കുമ്പം. ഇത് സീ വ്യൂ കോട്ടേജസ് ആണ്. ഏത് കോട്ടേജ് എടുത്താലും നമുക്ക് കടൽ കാണാൻ പറ്റും. പക്ഷേ ഇത് കുറച്ചുകൂടി പൊക്കത്തിൽ നമുക്ക് കാണാം. ഞാനും ചേട്ടനും നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ചുമ്മാ ഈ പ്രോപ്പർട്ടി ഒന്ന് ചുറ്റി കാണുകയാണ്. അച്ഛനും അമ്മയും റൂമിൽ റെസ്റ്റ് എടുക്കുകയാണ്. മോനെ അവരുടെ കൂടെ റെസ്റ്റ് എടുക്കാനായിട്ട് പറഞ്ഞു വിട്ടു. എന്നാലും നമുക്ക് സമാനമായിട്ട് വീഡിയോ എടുക്കാൻ പറ്റും. അല്ലെങ്കിൽ മോനിങ്ങനെ അതെ ഞങ്ങൾക്ക് രണ്ടുപേർക്ക് ഒരുമിച്ചിരിക്കാൻ പറ്റും. അത് മാത്രമല്ല മോൻ ഇവിടെ പൂളൊക്കെ ഉള്ളതുകൊണ്ട് എന്തായാലും നമുക്കൊരു ടെൻഷനാണ്. ചെറിയ കുട്ടിയല്ലേ, അപ്പം അവനെ സേഫായിട്ട് റൂമിലാക്കിയിട്ടുണ്ട്. ബാക്കി പ്രോപ്പർട്ടിയൊക്കെ ഒന്ന് ജസ്റ്റ് കറങ്ങി കാണുകയാണ്. നേരെ കാണുന്നത് ലിഫ്റ്റാണ്. നമ്മൾ ഈ ലിഫ്റ്റിൽ കയറിയിട്ട് അവർ താഴത്തെ ഒരു ബിൽഡിങ്ങിൽ കൊണ്ടുവിടും. ആ ബിൽഡിങ്ങിൽ ചെന്നിട്ട് കുറച്ച് നടക്കുമ്പോൾ റോഡ് കാണാൻ പറ്റും. ആ റോഡ് കടന്നു കഴിഞ്ഞാൽ നേരെ കാണുന്ന ബീച്ചാണ്. നമ്മൾ ഓരോ കോട്ടേജസ് ആയിട്ട് ഇങ്ങനെ കണ്ടുകൊണ്ട് പോയപ്പോൾ ദേ ഒരു പ്രൈവറ്റ് പൂളുള്ള കുറേ കോട്ടേജസ് ഉണ്ട് കേട്ടോ ഇവിടെ പ്രൈവറ്റ് പൂളുള്ളത്. അപ്പോൾ നമുക്ക് അങ്ങനെ നോക്കിയും ഇവിടെ ബുക്ക് ചെയ്യാൻ പറ്റും. നമ്മൾ നേരത്തെ റിസോർട്ടിൻ്റെ ഓപ്പോസിറ്റ് കുറച്ച് ബീച്ച് കാണിച്ചു തന്നില്ലേ, ആ ബീച്ചിൽ ഇപ്പോൾ നടന്ന് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. പ്രൈവറ്റ് ബീച്ചാണെന്ന് തോന്നുന്നു, എന്നാലും പബ്ലിക്സും അലൗഡ് ആണ് അവിടെ കുറച്ച് ഏരിയയിൽ. അപ്പോൾ നമ്മൾ ആ റിസോർട്ടിൽ നിന്ന് ഒരു ലിഫ്റ്റിൽ താഴോട്ടാണ് വന്നത്. താഴെ നിന്ന് നേരെ ഇപ്പോൾ ബീച്ചിലോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. നേരത്തെ ഞാനൊരു ലിഫ്റ്റിൻ്റെ കാര്യം പറഞ്ഞില്ലേ, ആ ലിഫ്റ്റ് കയറി താഴെ ഇറങ്ങി വരുമ്പോഴാണ് ഈ ഒരു പ്ലേ ഏരിയയുടെ തൊട്ടടുത്ത് വേറെയും കോട്ടേജസും പൂളൊക്കെ ഉണ്ട്. ഇനി ഇതിൻ്റെ ഗേറ്റ് കടന്നാൽ നമുക്ക് റോഡ് കാണാൻ പറ്റും. ആ റോഡിലൂടെ ദേ ഓപ്പോസിറ്റ് കാണുന്നതാണ് ബീച്ച്. നമുക്ക് നടന്നു പോകാനുള്ള ദൂരമേ ഉള്ളൂ. ഇതേ അങ്ങ് ദൂരെ നോക്കിക്കേ, ആഴിമല ശിവക്ഷേത്രമാണത് കാണുന്നത്. അപ്പോൾ നമ്മൾ കടപ്പുറത്ത് എത്തിയിരിക്കുകയാണ്. പക്ഷേ ശംഖുമുഖം പോലെയല്ല, ഇത് ഭയങ്കര ഒരു സ്ട്രോങ് കടലാണ്. സ്ട്രോങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അലകൾ ഭയങ്കര വലിയ അലകളാണെന്നല്ല, പക്ഷേ വന്ന് അടിക്കുന്നത് നമ്മളെ കൊണ്ടുപോകുന്ന രീതിയിലുള്ള അലകളാണ്. ഭയങ്കര പവർഫുള്ളാണ്. നമുക്ക് നിൽക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റുന്നുണ്ട്. ശംഖുമുഖത്തിലെ പോലെയല്ല. ശംഖുമുഖത്തിൽ മണ്ണ് ഇതൊക്കെ നല്ല സ്ട്രോങ്ങാണ്. നമ്മളിവിടെ നിൽക്കുമ്പം നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് മണ്ണ് ഇങ്ങനെ കോരി എടുത്തുകൊണ്ട് പോവാം. നമ്മുടെ JCB ഒക്കെ പോലെ മണ്ണിങ്ങനെ കോരി എടുത്തുകൊണ്ട് പോവാണ് കടലമ്മ. സോ അതുകൊണ്ട് കുളിക്കാനുള്ള ഒരു പ്ലാൻ ഞാൻ മാറ്റി നിർത്തിയിരിക്കുകയാണ്. ജസ്റ്റ് കാല് നനയ്ക്കുക, ഒരു 5 മിനിറ്റ് സ്പെൻഡ് ചെയ്യുക, ദൃശ്യങ്ങളൊക്കെ ഒന്ന് കാണുക. അത് അപ്പുറത്ത് ആഴിമല അമ്പലമാണ്. പിന്നെ ഇവിടെ ഒന്ന് നോക്കുക, ഒരു സന്തോഷമായിട്ടിരിക്കുക, പോവുക, അത്രേ ഉള്ളൂ. അല്ലാണ്ട് നമ്മൾ കടലോട് എന്താ പറയുക, ഒരു ആരാണ് വലുതെന്നുള്ള രീതിയിൽ, ഇല്ലെങ്കിൽ നമുക്ക് നനയാം എന്നുള്ളൊരു അത്യാഗ്രഹമോ ഒരു
വിടാനൊന്നും എനിക്കില്ല, കുടുംബങ്ങളുണ്ട്. അപ്പോൾ ഞാൻ വിടൂല, കണ്ടില്ലേ കൈ പിടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമ്മൾ അവരുടെയും ഇത് കൂടെ നമ്മൾ നോക്കേണ്ടതാണ്. നമുക്ക് തന്നെ അറിയാം, നമ്മുടെ ഇവിടെ വന്നു നിന്ന് കഴിയുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും ആ ഒരു പവർ, നേച്ചർ പവർ എന്നൊക്കെ പറയുന്ന പോലെ. അങ്ങനെ വൈകിട്ട് ബീച്ചിലൊക്കെ പോയിട്ട് വന്നിട്ട് റൂമിൽ കുറച്ച് നേരം റെസ്റ്റ് എടുത്തു. ഇനിയിപ്പോൾ നമ്മൾ ഡിന്നർ കഴിക്കാൻ പോവാണ്. ഇവിടെ ബാക്കിൽ മൊബൈലിൽ എന്തായാലും കേൾക്കാൻ പറ്റില്ല, കടലിൻ്റെ സൗണ്ട് നന്നായിട്ട് ഇവിടെ നിന്നാൽ കേൾക്കാൻ പറ്റുന്നുണ്ട്. ഒരു പ്രത്യേക ഒരു ഫീലാണ്. അങ്ങനെ ഇന്ന് നമ്മൾ ട്രാവൻകൂർ ഹെറിറ്റേജ് റിസോർട്ടിൽ നിന്ന് ചെക്കൗട്ട് ചെയ്യാണ്. ഇപ്പോൾ ഓൾറെഡി എല്ലാം നമ്മൾ പാക്ക് ചെയ്ത് വെച്ചു, എല്ലാവരും റെഡിയായി. ഇനി ബ്രേക്ക്ഫാസ്റ്റിന് സമയമാണ്. ബ്രേക്ക്ഫാസ്റ്റിന് എന്തൊക്കെയാണ് മെനു ഉണ്ട് നോക്കണം. അതുമാത്രമല്ല നല്ല വിശപ്പുണ്ട്. രാത്രി ഇവിടെയൊക്കെ കുറേ നടന്ന് കറങ്ങി, അതിൻ്റെ ക്ഷീണമുണ്ട്, നല്ല ടയേർഡാണ്. നമ്മളിനി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് കുറച്ച് നേരം കൂടെ റിസോർട്ടിൽ സ്പെൻഡ് ചെയ്തിട്ട് നമ്മൾ നേരെ വീട്ടിൽ പോകും. ഇത് രാവിലത്തെ കാഴ്ച എന്ന് പറഞ്ഞാൽ ഇതാണ്. തിര ഇങ്ങനെ അടിച്ച് വരുന്നുണ്ട്. ഞാൻ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് സൂം ചെയ്ത് വെച്ചിട്ടുണ്ട്. മൊബൈലിലായതുകൊണ്ട് ക്ലാരിറ്റി കുറവായിരിക്കും. വീഡിയോ ഇവിടുത്തെ ബ്രേക്ക്ഫാസ്റ്റ് സൂപ്പറായിരുന്നു കേട്ടോ. ഞങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് കോംപ്ലിമെൻ്ററി ആയിരുന്നു. ഇതൊരു ബൊഫേ സിസ്റ്റം ആയിരുന്നു ബ്രേക്ക്ഫാസ്റ്റിന്. ദോശ ഐറ്റംസ്, ഇഡ്ഡലി, അതുപോലെ ചന ഭട്ടൂര, ബ്രെഡ് ഐറ്റംസ് ഉണ്ടായിരുന്നു, കോൺഫ്ലേക്സ്, ഫ്രൂട്ട്സ്, അങ്ങനെ പല വെറൈറ്റി സംഭവങ്ങളുണ്ടായിരുന്നു. എല്ലാത്തിനും കുറേശ്ശെ ഞങ്ങൾ കഴിച്ചു വയറ് നിറച്ചു. ബ്രേക്ക്ഫാസ്റ്റ് ഫുഡൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? സൂപ്പറായിട്ടുണ്ടായിരുന്നോ? എന്താ കഴിച്ചത്? ദേവൂട്ടൻ എന്താ കഴിച്ചത്? ദോശ. ഇതാ റിസോർട്ടിനകത്ത് തന്നെയുള്ളൊരു കുഞ്ഞു ഗിഫ്റ്റ് ഷോപ്പാണ്. ഇതിൻ്റെ അകത്ത് പല വെറൈറ്റി ഡ്രസ്സ് ഉണ്ട്, അതുപോലെ ഓർണമെൻറ്റ്സ് നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മേടിക്കാം. കുർത്തീസ് ഉണ്ടായിരുന്നു, ലേഡീസിനുള്ള ടോപ്സ്, കുർത്തീസ്, അതുപോലെ ജെൻസിനുള്ള ടീഷർട്ട്, ടോപ്സ് ആൻഡ് ബോട്ടംസ് ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. ഞാനെല്ലാം ഇങ്ങനെ നോക്കി നിന്നു, ഒന്നും മേടിച്ചില്ല. നല്ല രസമുണ്ട്, മേടിക്കുന്നവർക്ക് ഇതൊക്കെ മേടിക്കാൻ പറ്റും. പിന്നെ എൻ്റെ കയ്യിൽ ഓൾറെഡി ചേട്ടൻ എപ്പോഴും പറയും ഇങ്ങനെ ഡ്രസ്സ് എടുത്ത് കൂട്ടല്ലേ എന്ന് പറയും. അതുകൊണ്ട് തൽക്കാലം ഡ്രസ്സൊന്നും വേണ്ടെന്ന് വിചാരിച്ചു. കാരണം ഓൾറെഡി ഡ്രസ്സ് കുറേ എടുത്ത് തന്നെ ഇടാത്തതൊക്കെ ഒരുപാട് ഇരിപ്പുണ്ട്. നമുക്ക് പിന്നെ പെണ്ണുങ്ങൾക്ക് ഡ്രസ്സ് ഓർണമെൻറ്റ്സ് ഒക്കെ കണ്ടാൽ ഇങ്ങനെ നോക്കുന്നൊരു പതിവുണ്ടല്ലോ, അതുപോലെ ജസ്റ്റ് ഒന്ന് നോക്കി വിട്ടു എല്ലാം. ഞങ്ങളിവിടെ നിന്ന് ഇറങ്ങുകയാണ്. അപ്പോൾ ഊഞ്ഞാല് കണ്ടപ്പോൾ ഒന്നുകൂടെ ആടാനൊരു കൊതി, അങ്ങനെ ഊഞ്ഞാല് വന്നിരുന്ന് ആടുകയാണ്. അപ്പോൾ ഞങ്ങളിവിടെ നിന്ന് ചെക്കൗട്ട് ചെയ്യാൻ പോവാണ്. ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് ആയാലും ലഞ്ച് ആയാലും ഡിന്നർ ആയാലും എല്ലാം സൂപ്പറാണ്. ഞങ്ങളിത് പെയ്ഡ് പ്രൊമോഷനൊന്നല്ല കേട്ടോ, കയ്യിൽ നിന്ന് കാശിട്ട് തന്നെ വന്നതാണ്. അപ്പോൾ ഇവിടെ ഒന്ന് താമസിച്ചപ്പം ഇവിടുത്തെ ഭംഗിയും റിസോർട്ടിൻ്റെ ഭംഗിയും അതുപോലെ ഇവിടെ അടുത്ത് കടലുണ്ട് എല്ലാം കൂടി കണ്ടപ്പം നമ്മുടെ സബ്സ്ക്രൈബേഴ്സുമായിട്ട് ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് അല്ലാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക. ട്രിവാൻഡ്രത്ത് വരുമ്പം ഉറപ്പായിട്ടും ട്രാവൻകൂർ ഹെറിറ്റേജ് റിസോർട്ടിൽ വന്ന് താമസിച്ച് ഇവിടുത്തെ ഭംഗിയും ഫുഡും നേച്ചറൊക്കെ ആസ്വദിച്ചിട്ട് പോവുക. നമ്മൾ ഇത്രയും വന്ന റിസോർട്ടിലൊക്കെ താമസിക്കുമ്പം അത് നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. കാരണം അറിഞ്ഞുകൂടാത്തവർക്ക്, കാരണം ട്രിവാൻഡ്രത്ത് ഒത്തിരി റിസോർട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു പഴമ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഭയങ്കര രസമായിരിക്കും ഇവിടുത്തെ കോട്ടേജസ് ഒക്കെ കാണാനായിട്ടും. ഫുള്ളും ഒരു നാലുകെട്ട് മോഡലാണ്. അതല്ലാണ്ടും നമുക്ക് സീ വ്യൂ ബിൽഡിങ്സും ഉണ്ട്, അതും അടിപൊളിയാണ്. അപ്പോൾ എല്ലാം ഇവിടെ വന്ന് എൻജോയ് ചെയ്യുക. ഇവിടെ ഓരോ സീസണിലും ഓരോ റേറ്റാണ്. പീക്ക് സീസൺ എന്ന് പറയുമ്പം റേറ്റ് ഒത്തിരി കൂടുതലായിരിക്കും. ഓഫ് സീസൺ എന്ന് പറയുമ്പം റേറ്റ് അത്യാവശ്യം കുറച്ചായിരിക്കും അവർ തരുന്നത്. അപ്പോൾ എല്ലാവരും ഇവിടെ വന്ന് സ്റ്റേ എൻജോയ് ചെയ്യുക. നമ്മുടെ ചാനലിലൂടെ വീണ്ടും പുതിയ വ്ളോഗ്സ് ആയിട്ട് കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ.